രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരപരാധികളായ മനുഷ്യരെ കൊല്ലാൻ ഏത് നിയമം അല്ലെങ്കിൽ ഏത് സ്റ്റാറ്റ്യൂട്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മാപ്പ് പറയണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയുന്നത്? ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തിയത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ആളിന്റെ പേര് ശ്രീ VD സതീശൻ എന്നാണ്. അങ്ങനെയെങ്കിൽ ആദ്യം രാജിവെക്കേണ്ടതാരാണ്? രാജിവെച്ച് മാതൃക കാണിക്കേണ്ടതാരാണ്? VD സതീശനല്ലേ? CK ഷാക്കിർ, എന്തുകൊണ്ടാണ് ഈ 3 വൈസ് ചാൻസലർമാരും കേരള സമൂഹത്തോട് മാപ്പ് പറയണം എന്നുള്ള ആവശ്യം നിങ്ങൾ ഉന്നയിക്കുന്നത്? എന്താണ് ഈ VC-മാർ ചെയ്ത തെറ്റ്? അല്ല, VC-മാർ ചെയ്ത തെറ്റ് അവരിയ്ക്കുന്ന സ്ഥാനത്തിന് യോജിച്ച നടപടിയല്ല അവർ ചെയ്തിട്ടുള്ളത്. RSS എന്ന് പറയുന്നത് രാഷ്ട്രവിഭജനത്തിൽ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്നതിൽ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള ആളുകളാണ്. അതെ, ഞാൻ തോട്ടത്തിൽ പോയിരുന്നു, തിരികെ വന്നു, ഇപ്പൊ ചായ കുടിക്കുന്നു. അതല്ല നേരത്തെ VC ആയിരുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ മുജാഹിദ് സംഘടനകളുടെയോ അല്ലെങ്കിൽ കാന്തപുരം വിഭാഗത്തിന്റെ ഏതെങ്കിലും സെമിനാറിൽ പോയതല്ല. കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഇവർ പോയി പങ്കെടുത്തിട്ടുള്ളത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പല രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജിയെ പോലും മാറ്റി നിർത്തി ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7:30 ആയി കാണും. അദ്ദേഹത്തിന്റെ ഘാതകരെ മഹത്വവൽക്കരിക്കുന്ന പാഠപുസ്തകങ്ങൾ പോലും കുട്ടികളെ പഠിപ്പിക്കണമെന്ന തരത്തിലേക്ക് RSSന് നിർദ്ദേശം വരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ VC-മാർ RSSന്റെ പരിപാടിയിൽ അതിന്റെ ഏറ്റവും സുപ്രീം നേതാവിന്റെ കൂടെ പങ്കെടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് നടക്കുന്നത്? എനിക്കറിയില്ല. അതാണ് ശരിയായി പറയാനുള്ളത്. അല്ല, അവരെ അങ്ങോട്ട് തള്ളിവിടുവാൻ നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം വെമ്പൽ? ശ്രീ CK ഷാക്കിർ, അവർക്ക് നിങ്ങൾക്കാണല്ലോ വെമ്പൽ കൂടുതൽ. അവരെ RSSകാരാക്കി ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്ന്. നിങ്ങൾ കേൾക്കുന്നതൊക്കെ ശരി തന്നെയാണ്. ഈ താങ്കൾ നേരത്തെ പറഞ്ഞു മുജാഹിദ് സംഘടനകളുടെ യോഗത്തിലോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ യോഗത്തിലോ പങ്കെടുക്കുന്നത് പോലെയല്ല RSSന്റെ ഇത്തരമൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന്. എന്താണ് താങ്കൾ ഇതിലെ വ്യത്യാസം കാണുന്നത്? ഡോക്ടർ G ഗോപകുമാർ അത് കൃത്യമായി പറഞ്ഞു. അദ്ദേഹവും പങ്കെടുത്തിട്ടുള്ളയാളാണ്. അല്ല, ഈ മുജാഹിദ് സംഘടനകളോ കാന്തപുരം വിഭാഗമോ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനോ മതപരമായ വേർതിരിവുണ്ടാക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കാനോ ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കി കൊടുക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല. എന്നാൽ RSSന്റെ പാരമ്പര്യം അതാണോ? ഇവർ ഈ രാഷ്ട്ര നിർമ്മിതിക്ക് എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോഴും നിങ്ങൾ നോക്ക്, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരപരാധികളായ മനുഷ്യരെ കൊല്ലാൻ ഈ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ മുഴുവൻ സംഘിവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ചൂട്ടുപിടിച്ചുകൊണ്ട് അതിന് ഇരുന്ന് കൈയടിച്ചു കൊടുക്കുന്ന നിലപാടല്ല ഈ 3 VC-മാർ ചെയ്തിട്ടുള്ളത്. സത്യം, നമ്മുടെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സാധ്യമാകുന്ന തരത്തിൽ നടപടി സ്വീകരിക്കും. ഇപ്പൊ നമുക്കറിയാം VC-മാരുടെ എന്ത് ഇടപെടൽ നടത്താനാണ് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും VC-മാർക്കെതിരെ? അല്ല, നിയമപരമായി ഒരു പക്ഷെ അതിന് പരിമിതികളുണ്ട്. ഈ നിയമം, ഈ ആക്ട് കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഉള്ളതാണ്. പക്ഷെ ഗവർണർ സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വളരെ സൗഹൃദപരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ 2ാം പിണറായി വിജയന്റെ സർക്കാർ മുതലാണ് 100% സംഘിവൽക്കരണത്തിലേക്ക് RSS നീങ്ങിയിട്ടുള്ളത്. അതിന് പിണറായി വിജയൻ സർക്കാർ സാധ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിന്റെ തുടർച്ചയാണ്, അതിന്റെ ഒരു ബലത്തിലാണ് ഇവർ വരുന്നത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ കരുതിക്കോ, അങ്ങനെ ഗവർണർക്ക് തോന്നിയതുപോലെ കേരളത്തെ കൊണ്ടുപോകാമെന്ന് അവർ കരുതിയെങ്കിൽ അത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിരോധിക്കേണ്ട രീതിയിൽ പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങൾ സംഘപരിവാറിന് കീഴടങ്ങുന്നു എന്നാണ്. അതിന്റെ ഉദാഹരണമായിട്ടാണ് VC-മാരുടെ ഈ മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ച് പ്രതിപക്ഷം പറയുന്നത്. ശരി, ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ശ്രീത് പണിക്കർ, ഇതാണ് ഈ കാവ്യവൽക്കരണത്തിന്
വഴിവെക്കുന്ന ഒന്നായി മാറുകയാണ്. അതാണ് വൈസ് ചാൻസലർമാർ ചെയ്തിരിക്കുന്ന അപരാധം എന്നാണ്. ഇപ്പോൾ ഷാക്കിർ അത് കൃത്യമായിട്ട് പറഞ്ഞുവല്ലോ. നോക്കൂ, ഒന്നാമത്തെ കാര്യം ശ്രീ ഷാക്കിർ മനസ്സിലാക്കേണ്ടത് വി സിമാർ ഔദ്യോഗികമായിട്ട് പങ്കെടുത്തിരിക്കുന്ന ഒരു ചടങ്ങല്ല ഇത്. അവരവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ അവർ പങ്കെടുത്തിരിക്കുന്നതാണ്. ആ സമയത്തെല്ലാം തന്നെ അവർക്ക് നമ്മുടെ നാട്ടിലെ ഏതൊരു സ്വതന്ത്രനായ പൗരനും ഉള്ള വ്യക്തിയുടെ അവകാശങ്ങൾ, അതായത് ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്തൊക്കെയാണോ, ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ എന്താണോ, അതെല്ലാം തന്നെ പൂർണ്ണമായും എക്സസൈസ് ചെയ്യുന്നതിന് എല്ലാവിധ റൈറ്റുമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ചടങ്ങുകളിൽ അവർക്ക് പങ്കെടുക്കാം, അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ കാണാം. അവർ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ക്രിമിനലുകളായിട്ടുള്ള വ്യക്തികളെയോ ഒന്നും തന്നെ അവർ നേരിട്ട് കണ്ടിട്ടില്ല. പബ്ലിക്കായിട്ട് വി സി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ പോലുമല്ല. അതായത് അവരെ ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രവൃത്തിയുമായി അല്ലെങ്കിൽ അവരുടെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു അബറേഷനാണ് എന്ന രീതിയിലത്തേക്ക് പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതിലേക്കാണ് ഞാൻ വന്നത്. അതായത് അവരുടെ കണ്ടക്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ എടുക്കാനായിട്ട് ചാൻസലറോട് റിക്വസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പദവിയിൽ അവർ അതിനെ ദുരുപയോഗം ചെയ്തിട്ടില്ല. വ്യക്തിപരമായിട്ട് അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവരൊരു പരിപാടിയിൽ പങ്കെടുത്തു. അതിൽ ഏത് നിയമം അല്ലെങ്കിൽ ഏത് സ്റ്റാറ്റ്യൂട്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മാപ്പ് പറയണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയുന്നത്. നിയമപരമായിട്ട് തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല എങ്കിൽ they were entitled to do what they did. അത്രയേ ഉള്ളൂ. അതായത് അവർക്ക് നിയമപ്രകാരം ഈ രാജ്യത്തുള്ള ഏതൊരു സ്വതന്ത്ര പൗരനും കഴിയുന്നത് പോലെ ഇത് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഇടത് സർക്കാർ ഭരിക്കുന്ന സമയത്ത് 4 വി സിമാർ ഇതേപോലെ പങ്കെടുത്തു. 4 വി സിമാർ മാത്രമല്ല, മുൻ വി സിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരും അതിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ പങ്കെടുത്തിരുന്ന സമയത്ത് അവർക്കെതിരെ എന്ത് നടപടി എടുത്തു എന്ന് ശ്രീ ഷാക്കിർ ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം അന്ന് RSSനെ ഇഷ്ടമല്ലാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചത്. ഇപ്പോഴും RSSനെ ഇഷ്ടമല്ലാത്ത ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. ആ സമയത്ത് കഴിഞ്ഞ തവണ 4, ഇത്തവണ 3 സെർവിംഗ് ആയിട്ടുള്ള വി സിമാർ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തു. പക്ഷെ അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ അവർ ചെയ്തിരിക്കുന്നതിൽ തെറ്റില്ല എന്നും അവർക്കെതിരെ നടപടി എടുക്കാനായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടും നിയമവും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതുമാണ് ഒന്നാമത്തെ കാര്യം. നമ്മളിപ്പോ കടലിലും ചെകുത്താനും നടക്ക ഒന്നും പറയാൻ നിൽക്കണ്ട. 2, ശ്രീ VD സതീശൻ ഇങ്ങനെ അഭിപ്രായം പറയുന്ന ആളായിരുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ ഈ മുസ്ലിം ലീഗിന്റെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യങ്ങളോ ഒക്കെ സംരക്ഷിക്കുന്നതിന്റെ പൊളിറ്റിക്കൽ എക്സിജൻസി ഉള്ളത് കൊണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമ്മർദ്ദമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ തന്നെ പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശ്രീ ഷാക്കിർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം അസത്യവും അവാസ്തവുമായിട്ടുള്ള 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഒന്ന്, ഗാന്ധിയെ സൈഡ് ലൈൻ ചെയ്തിട്ട് മഹാത്മാഗാന്ധിയുടെ ഘാതകരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ ഉണ്ടായി എന്ന്. അങ്ങനെ ഇന്ത്യയിലെ ഒരു ദേശീയ പാഠ്യ പദ്ധതിയുടെ ഭാഗമായിട്ടും അങ്ങനത്തെ ഒരു കാര്യം ഇന്ത്യയിൽ എങ്ങും തന്നെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അപ്പൊ എന്ത് നുണയും പറയുകയാണ്. രണ്ടാമത്തേത്, ഇന്ത്യയിൽ എവിടെയോ നിരപരാധികളെ കൊല്ലുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ആ രീതിയിലത്തേക്കും ഗവൺമെന്റ് സ്പോൺസർ ആയിട്ടുള്ള ഒരു ജനസൈഡ് ഒന്നും തന്നെ ഇന്ത്യയിൽ, മസാക്കറോ ജനസൈഡോ ഒന്നും തന്നെ ഇന്ത്യയിൽ നടക്കുന്നില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമെങ്കിൽ, ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അതിനെ ഒറ്റ കൊടുത്തിരിക്കുന്ന ആൾക്കാരാണ്, ശരി, അതാണ് നിങ്ങളുടെ ആക്ഷേപമെങ്കിൽ 1940 മുതൽ ഗാന്ധി വധം, ഈ സ്വാതന്ത്ര്യ സമരം അതിന്റെ പീക്കിലിരുന്ന സമയം മുതൽ 30-ലധികം വർഷം, 3 പതിറ്റാണ്ടിലധികം RSSന്റെ സർസംഘചാലകായിരുന്ന ആളാണ് MS ഗോൾവൽക്കർ. ആ ഗോൾവൽക്കറിന്റെ 2006, 1906 ജനിച്ചത്. 2006 അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പറവൂരിൽ നടന്ന RSS ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ചടങ്ങ് ഇപ്പോ കഴിഞ്ഞ തവണ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീ പിണറായി വിജയൻ തന്നെ ആരോപിച്ചതുപോലെ അതിൽ ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തിയത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ആളിന്റെ പേര് ശ്രീ VD സതീശൻ എന്നാണ്. തീർന്നിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് അത്തരം ചിന്തകൾ ഉണ്ടായിരുന്നില്ല. RSSനെ അംഗീകരിക്കുന്നതിനോ RSS പറയുന്ന പ്രത്യയശാസ്ത്രത്തിനെ എതിർത്തുകൊണ്ട് തന്നെ അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ധാർമ്മികമായിട്ട് രാജിവെക്കുകയാണ്, ജനങ്ങളോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് എങ്കിൽ VCമാരും ജനങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അവർ അക്കാഡമിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ളത് ആരാണ്? ശ്രീ VD സതീശനാണ്. VCമാരും അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പുറത്ത് അറിയപ്പെടുന്ന ആൾക്കാരല്ല. അങ്ങനെയെങ്കിൽ ആദ്യം രാജിവെക്കേണ്ടത് ആരാണ്? രാജിവെച്ച് മാതൃക കാണിക്കേണ്ടതാരാണ്? VD സതീശനല്ലേ.
ഞാൻ പറയുന്നത് വി ഡി സതീശൻ രാജിവെക്കണം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, മറിച്ച് അദ്ദേഹത്തിന് അത്രയും നിലപാടില്ലാത്തയാളാണ്. ആശ്വാസമായി 2013 ഇതേപോലെ തന്നെ പിന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഒരു പുസ്തകം RSSന്റെ തന്നെ നേതാവായിരുന്ന ശ്രീ പരമേശ്വർജി അദ്ദേഹം അത് എഴുതുന്നു, അത് പ്രസിദ്ധീകരിക്കുന്നു. കേരളത്തിൽ പല ജില്ലകളിലും, ജില്ലാ അടിസ്ഥാനത്തിലും താലൂക്ക് അടിസ്ഥാനത്തിലും ഒക്കെ ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം വെവ്വേറെ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തുന്ന സമയത്ത് തൃശ്ശൂരിൽ വെച്ച് 2013 നടന്നിരുന്ന ചടങ്ങിൽ, ഈ പ്രകാശന ചടങ്ങിൽ അതിൽ പുസ്തകത്തിനെ പരിചയപ്പെടുത്തിയതിനു ശേഷം അതിനെ പ്രകാശനം ചെയ്യുന്ന ആ ചടങ്ങിൽ സംബന്ധിച്ച നേതാവിന്റെ പേരും അന്നത്തെ പറവൂർ MLA ആയിട്ടുള്ള ശ്രീ വി ഡി സതീശൻ എന്നാണ്. ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട് ഞാൻ താൻ അവിടെ ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ MS ഗോൾവൽക്കർ RSSന്റെ സർസംഘചാലകായിരുന്ന സമയത്താണ് ഗാന്ധി വധമെന്നും ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അതിന്റെ പീക്കിലേക്ക് എത്തിയതെന്നും അതിനുശേഷം ഉണ്ടായിരിക്കുന്ന വിവാദമെന്നും എല്ലാം അറിയാവുന്നയാളാണ്. ഇപ്പൊ 2006 കഴിഞ്ഞ് 2013 കഴിയുമ്പോഴത്തേക്ക് RSSനെതിരെ അതർവൈസ് ഉന്നയിക്കുന്ന ആരോപണങ്ങളുള്ള ബാബറി മസ്ജിദ് വിഷയമാണെങ്കിലും ഗോത്ര വിഷയമാണെങ്കിലും എല്ലാം കഴിഞ്ഞല്ലോ. ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അതെല്ലാം അറിഞ്ഞതിന് ശേഷം സംഘപരിവാറിന്റെ ഒരു വേദിയിലത്തേക്ക് ശ്രീ വി ഡി സതീശൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് സാർ നമ്മുടെ മുഖ്യമന്ത്രി. ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റല്ലോ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. രണ്ടാമത് സോറി സാർ. അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ ലീഗിന്റെ 5 മന്ത്രിമാരിയിരിക്കുന്നത്. അതിന്റെ സഖ്യകക്ഷിയാണ് ശ്രീ ഷാക്കിറിന്റെ പാർട്ടി. അപ്പൊ ഇവിടെ VC-മാർക്ക് ഈ രീതിയിലത്തേക്കുള്ള കമ്മിറ്റ്മെന്റ് പൊതുജനങ്ങളോട് വേണമെങ്കിൽ ശ്രീ വി ഡി സതീശൻ ആ കമ്മിറ്റ്മെന്റ് വേണ്ടേ? നീ കടപ്പുറത്തേക്ക് വാ, നിനക്ക് അവിടെ പണി തരാം. കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ടടാ. നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്രാവിനെ പിടിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.